നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചാവക്കാടും ഗുരുവായൂരുമായി നടന്നു വന്നിരുന്ന ജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. 352 പോയിന്റ് സ്വന്തമാക്കി പനങ്ങാട് HSS ഓവറോൾ കിരീടം സ്വന്തമാക്കി. ചാലക്കുടി SHCHSS ആതിഥേയരായ മമ്മിയൂർ LFCGHSS രണ്ടാം സ്ഥാനം പങ്കിട്ടു. ഉപജില്ലകളിൽ 1243 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല ഒന്നാമത്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30 തീയതികളിൽ നടക്കും. മെയ് 8-ന് SSLC ഫലപ്രഖ്യാപനം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച അപകടം. 5 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്താണ് പുതിയ മേൽപ്പാലം. 6 മീറ്റർ വീതിയുള്ള മേൽപ്പാലത്തിന്റെ പടികളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ യാത്രക്കാർക്ക് ഉപയോഗിച്ചു തുടങ്ങാനാകും. വാർത്തകൾ വിശദമായി. ചാവക്കാടും ഗുരുവായൂരുമായി നടന്നു വന്നിരുന്ന ജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. 352 പോയിന്റ് സ്വന്തമാക്കി പനങ്ങാട് HSS ഓവറോൾ ചാമ്പ്യന്മാരായി. ചാലക്കുടി SHCHSS ആതിഥേയരായ മമ്മിയൂർ LFCGHSS രണ്ടാം സ്ഥാനം പങ്കിട്ടു. ഉപജില്ലകളിൽ 1243 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല ഒന്നാമത് വന്നു. 1218 പോയിന്റ് നേടിയ ഇരിഞ്ഞാലക്കുട ഉപജില്ല രണ്ടാം സ്ഥാനവും 1211 പോയിന്റോടെ തൃശൂർ ഈസ്റ്റ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. മമ്മിയൂർ സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം അളലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. ഗണിത വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്വന്തമാക്കിയ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകുന്ന 6 അടി ഉയരം വരുന്ന ട്രോഫിയും പനങ്ങാട് HSS കരസ്ഥമാക്കി. കൂടുതൽ ശാസ്ത്രമേള വാർത്തകൾ ഈ ബുള്ളറ്റിൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷകൾ നടക്കുക. രാവിലെ 9:30 പരീക്ഷകൾ ആരംഭിക്കും. മെയ് 8-നായിരിക്കും SSLC ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും രണ്ടാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. ഒന്നാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് 1:30-ക്കും രണ്ടാം വർഷ പരീക്ഷ രാവിലെ 9:30-ക്കും ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച അപകടം. 5 പേർക്ക് പരിക്കേറ്റു, 2 പേരുടെ നില ഗുരുതരമാണ്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയമ്പാടം കുരിശിന് സമീപമാണ് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി 3 ബൈക്കുകളിൽ ഇടിച്ചത്. പാവിട്ടപ്പുറം സ്വദേശി 60 വയസ്സുള്ള മജീദ്, ഒതലൂർ സ്വദേശി 57 വയസ്സുള്ള ബഷീർ, അക്കിക്കാവ് സ്വദേശി 39 വയസ്സുള്ള രാകേഷ് രാജ് എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്ക്. ബഷീർ, മജീദ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30-യോടെയാണ് അപകടം. പെരുമ്പിലാവ് ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ ബൈക്കുകൾ ഭാഗികമായി തകർന്നു. മിനി ഗുഡ്സ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. MLA AC മൊയ്തീനും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര സ്വദേശി കമ്പിയിൽ 58 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. 19-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിയോടെ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപം പെരുമ്പിലാവ് ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ മുരളിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ചെറുതുരുത്തിയിൽ നടന്നു. സരസ്വതി ഭാര്യയും ആതിര, അഞ്ജു, അഖിൽ എന്നിവർ മക്കളുമാണ്.
ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്താണ് പുതിയ മേൽപ്പാലം ഉണ്ടാവുക. സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2-3 പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുവാൻ ഇപ്പോൾ സ്റ്റേഷന്റെ വടക്കേ അറ്റത്തായി വീതി കുറഞ്ഞ ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമാണുള്ളത്. ഇതിന് പരിഹാരമായിട്ടാണ് പുതിയ മേൽപ്പാലം വേണമെന്നുള്ളത് ഏറെക്കാലമായിട്ടുള്ള ആവശ്യമാണ്. റെയിൽവേ ചീഫ് പ്രൊജക്ട് മാനേജർ കണ്ണൻ, ഡെപ്യൂട്ടി മാനേജർ മാരിമുത്തു, കോൺട്രാക്ടിംഗ് കമ്പനിയായ ലീ ബിൽഡേഴ്സ് MD ബാബു തോമസ്, CEO പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ജോലി വൈകിട്ട് പൂർത്തിയായി. 6 മീറ്റർ വീതിയുള്ള മേൽപ്പാലത്തിന്റെ പടികളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ യാത്രക്കാർക്ക് ഉപയോഗിച്ചു തുടങ്ങാനാകും. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത മേൽപ്പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്ക് പതിച്ചു. വൻ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രി 9:30-ക്കാണ് സംഭവം. കിഴക്കേ സർവീസ് റോഡിന്റെ മണത്തല സ്കൂളിന് സമീപത്താണ് റോഡിലേക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് വീണത്. ഈ സമയം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. 20 അടി ഉയരത്തിൽ നിന്നാണ് കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്ക് പതിച്ചത്. ഇതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ സ്ഥലത്തെത്തി കോൺക്രീറ്റ് ബ്ലോക്ക് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൊഴിലാളികളുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചാവക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 15 അടി ഉയരത്തിലുള്ള സ്ലാബാണ് താഴത്തേക്ക് വീണത്. അതേ സമയത്ത് തന്നെ അവിടെ ടിപ്പർ, ഈ മണലടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടിപ്പറും JCB ഉണ്ടായിരുന്നു. അതിൻ്റെ ഡോർ തട്ടിയിട്ടാണ്, അതായത് ടിപ്പറിൻ്റെ ബാക്ക് സൈഡിലെ ഡോർ തട്ടിയിട്ടാണ് ഈ സാധനം സ്ലാബ് നിലത്തേക്ക് വീണത്. സമീപത്ത് വേറെ വണ്ടികളും മറ്റുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി തന്നെ പറയാം. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൻ്റെ തൊട്ട് ബാക്കിലേക്ക്, ഏകദേശം ജസ്റ്റ് മിസ്, 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് സ്ലാബ് നിലത്ത് വീണത്. സത്യം പറഞ്ഞാൽ ഒന്നുകൂടി റൈറ്റ് സൈഡിലേക്ക്, അതായത് ഈ സ്ലാബ് വാർത്തിട്ടുള്ള സൈഡിലേക്ക് ചേർന്ന് പോവുകയാണെങ്കിൽ ഈ 1000-ൻ്റെ മുകളിൽ വരുന്ന വെയിറ്റുള്ള ഈ സ്ലാബ് ഞങ്ങളുടെ മേലിൽ വീണ് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. വനിതാ ശാക്തീകരണവും സംരംഭകത്വ വികസനവും ലക്ഷ്യമാക്കി നിർമ്മാണം പൂർത്തീകരിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ വ്യവസായ കേന്ദ്രം തുറന്ന് AC മൊയ്തീൻ MLA വ്യവസായ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019-ലായിരുന്നു കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടർന്ന് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കുകയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ സുനിൽ, ES രേഷ്മ, TR ശോഭി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NK ഹരിദാസൻ, ലളിത ഗോപി, ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ദിവസവും ഫുള്ളാണ്, എല്ലാ ഹോട്ടലിലും കച്ചവടം, ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിയിലേക്കും ഈ പ്രദേശത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് പ്രയോജനപ്പെടുത്തുന്ന ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നോക്കിയിരിക്കരുത്. പൈസ മുടക്കാൻ തയ്യാറുള്ളവരെ പ്രയോജനപ്പെടുത്തി നമുക്കിത് ചെയ്യാൻ കഴിയുന്ന മാതൃകയ്ക്ക് വേണ്ടിയാണ്, അതിൻ്റെ തുടക്കത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും വ്യവസായികളാണെന്നല്ല, പക്ഷെ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സംരംഭങ്ങളിലേക്ക് പോകാൻ ഇത് പ്രചോദനമായി തീരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് ചാവക്കാട് 3 മാസമായി വീട്ടിൽ കയറ്റിവെച്ച സ്കൂട്ടറിനെ ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴയടയ്ക്കാൻ പോലീസിന്റെ നോട്ടീസ്. KL 46 AA 4478 എന്ന നമ്പറിലുള്ള പച്ച നിറത്തിലുള്ള സ്കൂട്ടറിന്റെ ഉടമയായ എടക്കഴിയൂർ സ്വദേശി MJ ജസ്നയ്ക്കാണ് നോട്ടീസ് ലഭിച്ചത്. ജസ്ന ഗൾഫിലാണ്. എന്നാൽ പിഴയടക്കണമെന്ന് ആവശ്യപ്പെട്ട് അയച്ചിട്ടുള്ള നോട്ടീസിൽ ഹെൽമറ്റ് ഇല്ലാതെ ഓടിക്കുന്ന നീല സ്കൂട്ടറിന്റെ ചിത്രമാണുള്ളത്. ഇത് 2ാം തവണയാണ് പിഴ ചുമത്തിയ നോട്ടീസ് ജസ്നയ്ക്ക് ലഭിക്കുന്നത്. ചേറ്റുവ പഴയ ടോൾ ബൂത്തിനടുത്ത് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ ബാറിന് സമീപം നിർത്തിയിട്ട ലോറിയുടെ പിറകിൽ സ്കൂട്ടർ ഇടിച്ച് യുവാവിന് പരിക്ക്. കുറുമാൾ സ്വദേശി അനീഷിനാണ് പരിക്കേറ്റത്. ഇയാളെ എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് നവംബർ 4-ന് എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ തുടക്കമാകും. കലാമേളയുടെ മുന്നോടിയായി നടന്ന ലോഗോ പ്രകാശനം NK അക്ബർ MLA നിർവഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പലുമായ V സജിത്ത്, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ
VB സിന്ധു, സ്കൂൾ മാനേജർ RP ബഷീർ, വിവിധ കമ്മിറ്റി കൺവീനർമാർ, അംഗങ്ങൾ, PTA അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവളയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ശിവഗംഗൻ തയ്യാറാക്കിയ ലോഗോയാണ് മേളയ്ക്കായി തെരഞ്ഞെടുത്തത്. പുഴയിൽ നീന്താനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൃത്താല പരുതൂർ മുടപ്പക്കാട് സ്വദേശി തോട്ടത്തിൽ നാസറിന്റെ മകൻ 18 വയസ്സുള്ള അൻഷാദാണ് മരിച്ചത്. വീടിന് സമീപത്തെ ഭാരതപ്പുഴയിലെ മരുതിങ്ങൽ കടവിൽ വെച്ചായിരുന്നു അപകടം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിലെത്തിയ അൻഷാദ് വെള്ളത്തിൽ നീന്താനിറങ്ങുകയായിരുന്നു. നീന്തലിനിടെ കൈ കുഴഞ്ഞതോടെ പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചുവെങ്കിലും വെള്ളത്തിനടിയിൽ നിന്ന് അൻഷാദിനെ കണ്ടെത്താനായില്ല. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ 4:30യോടെയാണ് മൃതദേഹം കണ്ടെത്താനായത്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വോട്ടർ പട്ടിക തീവ്രപരിശോധന SIR കേരളത്തിൽ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് CPM എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്ന് ആരംഭിച്ച് മങ്ങാട് സെന്ററിൽ സമാപിച്ചു. പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, TK ശിവൻ, PT ദേവസി, സുമന സുഗതൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് PT ജോസഫ്, PB ബിബിൻ, OS മനോഷ്, PA ബൈജു, സ്വപ്ന പ്രദീപ്, NM മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി GLP സ്കൂളിനെ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് 2024-2025 കളിയങ്കണം കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഭാഗമായി കായിക ഉപകരണങ്ങൾ ലഭിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി സഹകരിച്ച് കായിക ഉപകരണങ്ങൾ അടങ്ങുന്ന കിറ്റാണ് വിദ്യാലയത്തിന് അനുവദിച്ചു ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ശ്രീജാബായ്, TG കണ്ണൻ, MM ശരണ്യ, സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു. വീണ്ടും ജില്ലാ ശാസ്ത്രമേള വിശേഷങ്ങളിലേക്ക്. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ ഇനി ഭയന്ന് ജീവിക്കേണ്ട, മുന്നറിയിപ്പ് നൽകുവാൻ AI ക്യാമറ ട്രാപ്പുണ്ട്. ജില്ലാ ശാസ്ത്രോത്സവം സാമൂഹിക ശാസ്ത്രമേളയിലാണ് കാലിക പ്രസക്തമായ പ്രൊജക്റ്റുമായി എത്തിയ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. ദിവസവും വന്യജീവികളെ ഭയന്ന് കഴിയുകയാണ് കേരളത്തിന്റെ വനമേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വിളകൾ നശിപ്പിക്കുന്നതും മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്നതുമായ വാർത്തകളാണ് ദിനം പ്രതി കേൾക്കുന്നത്. കാടിറങ്ങുന്ന വന്യജീവികളിൽ നിന്നും സുരക്ഷ നേടാൻ AI ക്യാമറ ട്രാപ്പ് അവതരിപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഹെലൻ മേരി, ഗൗരി വിനോദ് എന്നിവർ. ഹയർ സെക്കൻഡറി വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിലെ സ്റ്റിൽ മോഡലിൽ ഇവർ തങ്ങളുടെ ആശയം പ്രദർശിപ്പിച്ചു. കാട്ടിൽ വിവിധയിടങ്ങളിലായി പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന PIR സെൻസർ ക്യാമറകൾ സ്ഥാപിക്കുക, വന്യജീവികളെ വനാതിർത്തിയിൽ നിന്നും ഇറങ്ങിയാൽ PIR ക്യാമറകൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സിഗ്നൽ നൽകും. താപത്തിന്റെയും ചലനങ്ങളുടെയും മാറ്റം PIR കണ്ടെത്തി റെക്കോർഡിംഗ് നടത്തുന്നതിലൂടെയാണ് സിഗ്നൽ ലഭിക്കുക. ഇൻഫ്രാറെഡ് LED ക്യാമറകൾ ഉപയോഗിച്ച് രാത്രിയിലും ഇത് പ്രവർത്തിപ്പിക്കാം എന്നതാണ് മേന്മ എന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. മണ്ണിലെ ഈർപ്പത്തിന്റെ തോത് തിരിച്ചറിഞ്ഞ് മണ്ണിടിച്ചൽ സാധ്യത പ്രവചിക്കുന്ന സാങ്കേതിക വിദ്യ സാമൂഹ്യശാസ്ത്രമേളയിലെ വർക്കിംഗ് മോഡൽ മത്സരത്തിൽ ശ്രദ്ധേയമായി. കുന്നോളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ റോസ് ആൻഡ് ബെന്നി, ശ്രേയ ചന്ദ്രൻ എന്നിവരാണ് ഓട്ടോമാറ്റിക് പ്ലാന്റ്സ് ഇറിഗേഷൻ ഡിറ്റക്ടിംഗ് സോയിൽ മോയ്സ്ചർ എന്നുപേരിട്ട പ്രൊജക്ട് പരിചയപ്പെടുത്തിയത്. പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് നടക്കുന്ന സാഹചര്യത്തിൽ സെൻസർ ഉപയോഗിച്ച് മണ്ണിലെ ഈർപ്പം കണക്കാക്കി മണ്ണിടിച്ചൽ ഉണ്ടാകുമോ എന്നില്ലയോ എന്ന് തിരിച്ചറിയുകയും മണ്ണിടിച്ചലിന് സാധ്യത കൂടുതലാണെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ് സംവിധാനം. കൂടാതെ ഇതിനൊപ്പം ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് വെള്ളം വലിച്ചെടുത്ത് പുറത്തു കളയുകയും ചെയ്യും. അനുയോജ്യമായ കൃഷിയിടങ്ങൾ കണ്ടെത്തുവാനും ഈ സെൻസർ ഉപയോഗപ്പെടുത്താമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഉപജില്ലയിലെ മികവ് ജില്ലാ ശാസ്ത്രോത്സവത്തിലും ആവർത്തിച്ച് എൽഗാറൂസ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ ശാസ്ത്രോത്സവം പ്രവൃത്തി പരിചയമേളയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനി കഴിഞ്ഞ വർഷവും ഈ ഇനത്തിലെ വിജയിയായിരുന്നു. വൈദ്യുതി സുരക്ഷയ്ക്കായി ELCB അഗ്നിശമന സംവിധാനം, സെൻസറുകൾ, CCTV ക്യാമറ, വീഡിയോ മോണിറ്റർ, ഓട്ടോമാറ്റിക് റിമോട്ട് ഗേറ്റ്, ഫോട്ടോസെൽ, കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം എന്നിങ്ങനെ 8ഓളം വയറിംഗ് 3 മണിക്കൂർ സമയത്തിനകം ചെയ്താണ് നേട്ടം കൈവരിച്ചത്. മമ്മിയൂർ LF കോൺവെന്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അൽഗ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ അഞ്ഞൂർ സ്വദേശി VL ജോയുടെയും ജിജിയുടെയും മകളാണ്.
അന്തരീക്ഷ മലിനീകരണം കൂടിയ ഈ കാലഘട്ടത്തിൽ വായു മലിനരഹിതമാക്കുവാൻ സാധിക്കുന്ന പ്ലാന്റുമായി വിദ്യാർത്ഥികൾ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൽവിൻ ജോർജ്, ആൻസൺ ആന്റണി എന്നിവരാണ് വായു മലിനീകരണത്തിനെതിരെയുള്ള സന്ദേശവുമായി പ്ലാന്റ് ഒരുക്കിയത്. മലിനമായ വായു പ്ലാന്റ് വലിച്ചെടുക്കുന്നു. ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്ന പരിഹാരത്തിനും കുട്ടികളിലടക്കം അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും കാരണമാകുന്നുണ്ട്. നഗരവൽക്കരണ കാലത്തെ പ്രധാന പ്രശ്നം എന്നതിനാലാണ് ഈ വിഷയത്തിൽ പ്രൊജക്ട് ഒരുക്കിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് കുറേ സിറ്റീസ് നോക്കുമ്പോൾ ട്രാഫിക്കാണ് സിറ്റീസിൽ ഫുള്ള്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൊല്യൂട്ടഡ് ആയിട്ട് എയർ നമ്മുടെ കുട്ടികൾക്കും പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിന് ഫുൾ ഡിസീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ പ്രശ്നം നോക്കുമ്പോൾ ഈ പൊല്യൂട്ടഡ് ആയിട്ട് എയർ ഞങ്ങളുടെ യൂണിറ്റിലൂടെ വലിച്ചെടുത്ത് അതിനെ പ്യൂർ എയറാക്കി മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഈ പ്ലാന്റ് എവിടെയൊക്കെയും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റി ഫുള്ളും നമ്മുടെ പ്യൂർ എയറാക്കി മാറ്റാം. ഒരു പീസ്ഫുൾ ലൈഫ് നമുക്ക് ജീവിക്കാം. ആധുനിക രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് മായന്നൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്ഷയും ശ്രേയസും. വരും കാലം AI-യുടെ കടന്നുകയറ്റമാണെന്ന സന്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നവീന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുതിയ തലമുറ സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ ആശയം. സ്മാർട്ട് സ്കൂൾ, സ്മാർട്ട് ഹോസ്പിറ്റൽ, സ്മാർട്ട് ഹോം തുടങ്ങി മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൊണ്ട് മികവുറ്റ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാലത്ത് തങ്ങൾ ഒരുക്കുന്ന അതിസാങ്കേതിക നഗരം വലിയ മാതൃക തീർക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ 3 തരം ഊർജ്ജത്തിന്റെ പ്രവർത്തന മാതൃകയുമായി മണത്തല സ്കൂൾ ടീം. പുനരുപയോഗ ഊർജ്ജം കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും കടലിൽ നിന്നും പ്രകൃതി സൗഹൃദമായ ഒരേ പവർ പ്ലാന്റ് വഴി നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഒരേ സമയം വ്യത്യസ്ത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഒന്ന് നിലച്ചാൽ മറ്റൊന്നിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറുമെന്നതുകൊണ്ട് എല്ലാ സമയവും വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുകയുമില്ല. ഭാവിയുടെ സാധ്യതകളാണ് തങ്ങൾ അവതരിപ്പിച്ചതെന്ന് മണത്തല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ റഫ്നയും ഗായത്രിയും പറഞ്ഞു. എക്കോ ഫ്രണ്ട്ലി ഉള്ള പേരിടാനുള്ള കാരണം തന്നെ ഇതിൽ നിന്നുള്ള ബൈ പ്രൊഡക്ട്സ് ഒന്നും അതായത് ഹാംഫുൾ ആയിട്ട് എൻവയോൺമെൻറ്റിലൊന്നും ഹാംഫുൾ ആക്കണില്ല. ഇതിൽ 3 തരം എനർജീസാണ് യൂസ് ചെയ്യുന്നത്. അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഒന്ന് പറയുന്നത് ടൈഡൽ എനർജി, പിന്നെ വിൻഡ് എനർജി, സൺലൈറ്റ്. അതിൽ മെയിനായിട്ട് പറയുന്നത് സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ ടൈഡൽ എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, വിൻഡ്. ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു പവർ പ്ലാന്റ് ഇന്ത്യയിൽ നിലവിലില്ല. പക്ഷേ ഇത് വരാനുള്ളൊരു സ്കോപ്പ് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇത് പറയുമ്പോൾ ഒരു എനർജി നിന്ന് കഴിഞ്ഞാലും ബാക്കിയുള്ള എനർജി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്കി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. മറ്റു വാർത്തകൾ. അറിയിപ്പ്. ശബരിമല സീസണിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് ഡ്യൂട്ടിക്കായി 30 പുരുഷ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും 20 വനിതാ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിക്കുന്നു. 25-നും 55-നും ഇടയിൽ പ്രായമുള്ള ശാരീരിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർ, പരിസരവാസികൾ എന്നിവർക്ക് മുൻഗണനയുണ്ട്. അപേക്ഷാ ഫോം ഈ മാസം 31 മുതൽ ടെമ്പിൾ സ്റ്റേഷനിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷ നവംബർ 3-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കേണ്ടതാണെന്ന് SHO അറിയിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ക്ലാസ് റൂം ലാബുകളുടെയും സൗണ്ട് സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനം നടന്നു. കണ്ടും കേട്ടും അനുഭവിച്ചും ജ്ഞാനനിർമ്മിതി നടത്തുവാൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് റൂമുകളിൽ ലാബ് സജ്ജീകരിച്ചത്. ക്ലാസ് റൂം ആസ് ലാബ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. 2025-2026 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ചൂണ്ടൽ പഞ്ചായത്ത് നൽകിയ സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, നാൻസി ആന്റണി, പ്രധാനാധ്യാപിക PB സജിത എന്നിവർ സംസാരിച്ചു. നെല്ലുവായ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ഉദയാസ്തമന പൂജ, വൈകിട്ട് കല്ലൂർ ഉണ്ണികൃഷ്ണനും ചിറക്കൽ വിഷ്ണുരാജും അവതരിപ്പിച്ച ഡബിൾ സെറ്റ് തായമ്പക, ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ കൃഷ്ണനാട്ടം എന്നിവ നടന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ ആര്യമ്പാടം ശങ്കരംകുളം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. റോഡിന്റെ പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA,
ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NA ബാലചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി ടീച്ചർ, TO ജോയ് എന്നിവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നയത്തിനെതിരായി LDF എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ചിറ്റാടുകരയിൽ നടന്ന പ്രതിഷേധ സമരം CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഷാജി കാക്കശ്ശേരി അധ്യക്ഷനായി. കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് VC വിൻസെന്റ്, CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, LDF കൺവീനർ ആഷിഖ് വലിയകത്ത്, CPM ലോക്കൽ സെക്രട്ടറിമാരായ BR സന്തോഷ്, PA ഷൈൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ TC മോഹനൻ, CK രമേശ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഒരു ദിവസത്തെ വ്യാപാര ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് പന്നിത്തടം മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾ മാതൃക തീർത്തു. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചെമ്മന്തട്ട കാളിയടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായനിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും നൽകുന്നത്. തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് മാർക്കറ്റിലെ തൊഴിലാളികൾ നടത്തിയതെന്ന് ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മാണി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ലോറൻസ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ധനസമാഹരണം നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ മേഖലയിലെ നിരവധി പേരാണ് പങ്കാളികളായത്. ലാഭമായി ഇത് കൊടുക്കുന്നത് നമുക്കറിയാം. മത്സ്യ കച്ചവടക്കാർ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. ഇതിനു മുന്നേ ആയപ്പോഴായാലും കോവിഡിൻ്റെ സമയമായാലും മറ്റു ആവശ്യങ്ങൾക്കായാലും ഇവരുടെ ഒരു ദിവസത്തെ ലാഭം എടുത്തുകൊണ്ട് ഇത് മുന്നേ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുണ്ടാകുന്നത്. നമുക്കറിയാം ഈ കുട്ടികളുടെ ചികിത്സക്കാർ വലിയൊരു തുകയാണ് നമുക്ക് ആവശ്യമുള്ളത്. എല്ലാ ജനപ്രതിനിധികളും പൊതുജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ മാത്രമാണ് ആ രണ്ട് മക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവരും കൂടി നമ്മുടെ ഈ പ്രയത്നത്തിൽ പങ്കാളികളായതിലുള്ള സന്തോഷവും സ്നേഹവും കൂടി അറിയിച്ചുകൊണ്ട് പുന്നൂർക്കുളം മാവിൻചുവട് കോതോട് ബാപ്പുട്ടി മുസ്ലിയാരുടെ ഉറൂബ് മുബാറക്കിന് വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് കോതോട് പള്ളിയിലാണ് നടക്കുക. ആദ്യ ദിവസം വൈകിട്ട് 6:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉണ്ടാകും. രണ്ടാം ദിവസം രാത്രി 7:30 ഷാഫി സക്കാഫി മുണ്ടമ്പ്രയും ശനിയാഴ്ച രാത്രി മുഹമ്മദ് സജീർ ബുഖാരിയും പ്രഭാഷണം നടത്തും. ഞായറാഴ്ച രാവിലെ നടക്കുന്ന സിയാറത്തിന് ബായാർ തങ്ങൾ നേതൃത്വം നൽകും. 12 മണി മുതൽ നേർച്ച ഭക്ഷണ വിതരണം ആരംഭിക്കുമെന്ന് ഭാരവാഹികളായ V ഹസൻ ഹാജി, A അബു താഹിർ, ബഷീർ സക്കാഫി, P അഷ്റഫ് ഹാജി, V അബ്ദുൾ റസാഖ് എന്നിവർ അറിയിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മൂസ ആലത്തയിൽ, ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ നന്ദി പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നവീകരിച്ച ശങ്കരകുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുരളി പെരുന്നെല്ലി MLA നവീകരണ പ്രവൃത്തി നടത്തിയ കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി ടീച്ചർ, രാജി വേണു, PK അസീസ്, ഷീബ ചന്ദ്രൻ, രമാബാബു, ശരത് രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 26 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ശങ്കരൻകുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TA അഷ്റഫ്, CK വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗങ്ങളായ NM നിർമ്മല, ഫസലുർ റഹ്മാൻ, അനിത തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിക്കുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണ പാലത്തിന്റെയും തോടിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു.
MLA AC മൊയ്തീന്റെ ശ്രമഫലമായാണ് പദ്ധതി നടപ്പിലായത്. മുട്ടിപ്പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടൊപ്പം പരിസരവാസികളും ജനപ്രതിനിധികളും മുന്നോട്ടുവെച്ച ആവശ്യങ്ങളും പരിഗണിക്കുമെന്നും സമയബന്ധിതമായി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. ലഭ്യമായ സ്ഥലം പ്രയോജനപ്പെടുത്തേണ്ടത് എങ്ങനെ എന്നുള്ളതാണ്. ഒരു ആർക്കിടെക്റ്റിനെ വെച്ച് നിങ്ങളൊരു നിർദ്ദേശം തന്നാൽ അതിനാവശ്യമായ സൗകര്യം ഉണ്ടാക്കാം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലം കാൽനടയാക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കുമൊക്കെ നോക്കണം. അതിനൊരു ആർക്കിടെക്റ്റിനെ വെച്ച് പരിപാടി ഉണ്ടാക്കണം. ആഗ്രഹം നടപ്പാവണമെങ്കിൽ അത് പ്രായോഗിക രൂപത്തിലാവാൻ അതിനാവശ്യമായ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നാലോചിക്കണം. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയകുമാർ പൂളയ്ക്കൽ, ബ്ലോക്ക് മെമ്പർ TK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ഫസലുർ റഹ്മാൻ സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചുമാറ്റിയതിനാൽ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിനും നെൽകർഷകർക്കും മറ്റ് കൃഷിക്കാർക്കും ഗുണകരമാവുന്നതാണ് പദ്ധതി. കൂടാതെ പ്രകൃതിരമണീയമായ സ്ഥലമായതിനാൽ ടൂറിസം പദ്ധതിയും ആവിഷ്കരിക്കുന്നുണ്ട്. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തങ്കോട് പുതിയമാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകുന്നു. ഒക്ടോബർ 31 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന തിരുമേനിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് പൊന്നാട അണിയിച്ച് അനുമോദിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പുള്ളി മനക്കൽ ജയരാജ് നമ്പൂതിരി, സെക്രട്ടറി കോനോത്ത് മുരളി, ക്ഷേത്രം രക്ഷാധികാരി ഓക്കി മനക്കൽ ശങ്കരനാരായണ നമ്പൂതിരി എന്നിവർ അറിയിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ പ്രതിഷേധ സമരസംഗമം നടത്തി. ചൂണ്ടൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധം പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബിജു അമ്പാഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് മുത്തുണ്ണി ഹാജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ജബീർ നാലകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻഗാസ് മണലൂർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ ഇബ്രാഹിം പാറപ്പുറം, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KM സലാഹുദ്ദീൻ, NB ജബാൽ, ബ്ലോക്ക് പ്രസിഡന്റ് ഖാദർ മോൻ, CS അലി തുടങ്ങിയവർ സംസാരിച്ചു. ചാലശ്ശേരി കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നദാനവും സർപ്പബലിയും വ്യാഴാഴ്ച നടക്കും. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയുണ്ടാകും. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി മനോജ് എമ്പ്രാന്തരിയുടെ മുഖ്യ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുഴയ്ക്കൽ ചേന സതീശൻ നമ്പൂതിരിപ്പാട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് സർപ്പബലി എന്നിവയുണ്ടാകും. സർപ്പബലിക്ക് തന്ത്രി ശ്രേഷ്ഠരായ ബ്രഹ്മശ്രീ കാരക്കാട് നാരായണ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ തൊട്ടുപുറം കണ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 31 മുതൽ നവംബർ 5 വരെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കേരളീയം 2025ന്റെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറിന്റെ പ്രകാശനം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് N പങ്കെടുത്തു. ക്വിസ് മത്സരം, വൃക്ഷത്തൈ കൈമാറ്റം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, വിട പറയാം ലഹരിയോട് സന്ദേശവും പ്രതിജ്ഞയും കേരളപ്പിറവി വാരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. കേരള പ്രകൃതി സംരക്ഷണ സംഘം ഇപ്രാവശ്യവും കേരളപ്പിറവി ദിനം ആഘോഷിക്കുകയാണ്. 31 മുതൽ നവംബർ 5 വരെ ആണ് വിവിധ സ്ഥലങ്ങളിൽ കേരളപ്പിറവിയുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും. എടക്കഴിയൂർ നോൺ റെസിഡൻസ് അസോസിയേഷൻ എനോറ UAയുടെ 4ാമത് എനോറ സൂപ്പർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ദുബായ് ഗിസൈസിലുള്ള BSA സ്പോർട്സ് അക്കാദമിയിൽ സമാപിച്ചു. 20ഓളം ടീമുകൾ പങ്കെടുത്ത പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ജിതിൻ അരുൺ സഖ്യം കിരീടം സ്വന്തമാക്കി. ഷഹ്സാദ് ഹുബൈബ സഖ്യം 2ാം സ്ഥാനം നേടി. ടൂർണമെന്റ് എനോറ UAE പ്രസിഡന്റ് ഷാജി M അലി ഉദ്ഘാടനം ചെയ്തു. ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിച്ച സൈഫുദ്ദീൻ, ആരിഫ് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി മനാഫ് പാറയിൽ, റസാഖ്, സുബിൻ, സമദ്, അനസ്, റക്സ്, നജീബ്, മൻസൂർ, ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 11,220 രൂപ, സ്വർണം പവന് 89,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 155 രൂപ. ചർമ്മം ഗുരുവായൂർ ബാലകൃഷ്ണ ട്രാൻസ്പോർട്ട് ഉടമ പരേതനായ ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ പടിഞ്ഞാറേ നട ജയശ്രീയിൽ രുക്മണിയമ്മ നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നന്ദകുമാർ, ഡോക്ടർ വത്സരാജ്, ശശികുമാർ, ജയശ്രീ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ നെന്മനി നിസാരി നഗറിൽ പരേതനായ വാഴപ്പള്ളി കുഞ്ഞികൃഷ്ണൻ ഭാര്യ കാർത്തിയാനി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശകുന്തള, വസന്ത, കമല, പരേതനായ പുരുഷോത്തമൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചാവക്കാടും ഗുരുവായൂരുമായി നടന്നു വന്നിരുന്ന ജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. 352 പോയിന്റ് സ്വന്തമാക്കി പനങ്ങാട് HSS ഓവറോൾ കിരീടം സ്വന്തമാക്കി. ചാലക്കുടി SHCHSS-ഉം ആതിഥേയരായ മമ്മിയൂർ LFCGHSS-ഉം രണ്ടാം സ്ഥാനം പങ്കിട്ടു. ഉപജില്ലകളിൽ 1243 പോയിന്റ് നേടി ചാലക്കുടി ഉപജില്ല ഒന്നാമത്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30 വരെയുള്ള തീയതികളിൽ നടക്കും. മെയ് 8-ന് SSLC ഫലപ്രഖ്യാപനം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച അപകടം. 5 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്താണ് പുതിയ മേൽപ്പാലം. 6 മീറ്റർ വീതിയുള്ള മേൽപ്പാലത്തിന്റെ പടികളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ യാത്രക്കാർക്ക് ഉപയോഗിച്ചു തുടങ്ങാനാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.